നമസ്കാരം. ആരിഫ് ഹുസൈൻ തിരുവത്താണ് കൂടെയുള്ളത്. ആരിഫ്, നമസ്കാരം. നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കുറിച്ചാണ്. അതിന്റെ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ SDP കുറിച്ചാണ്. നമുക്കറിയാം, SDP നാഷണൽ പ്രസിഡന്റ് മൊയ്തീൻ കെ ഫൈസിയെ കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. പ്രധാനമായും ഉണ്ടായിരുന്ന ഒരു കാര്യം, നമുക്കറിയാം SDP ഇപ്പോഴും നിലവിലുള്ള ഒന്നാണ്, അത് നിരോധിച്ചിട്ടില്ല. പക്ഷെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചതിന് ശേഷം നിരവധി ആളുകൾ SDP ചേക്കേറുന്നു. മാത്രമല്ല, ഈ മൊയ്തീൻ കെ ഫൈസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണം പണം കള്ളക്കടത്ത് നടത്തി എന്നുള്ളതാണ്. 12 തവണ നോട്ടീസ് അയച്ചിട്ടും ഇഡിയുടെ മുന്നിൽ ഹാജരാകാൻ തയ്യാറായിരുന്നില്ല. ഒടുക്കം അറസ്റ്റ് ചെയ്യുന്നു സാഹചര്യം ഉണ്ടായി. ആരിഫ്, സത്യത്തിൽ PFIയും ഈ പറഞ്ഞതുപോലെ SDP ഒന്ന് തന്നെയാണ്, രണ്ട് രീതികളിൽ നിൽക്കുന്നു എന്ന് മാത്രമാണ് നമ്മുടെയൊക്കെ അറിവ്. അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം പല നേതാക്കളും ഇപ്പോ SDP രാഷ്ട്രീയ നേതാക്കളായി മാറുകയാണ് ഉണ്ടായത്. SDP പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് നമ്മൾ പണ്ടേ പറയാറുള്ളതാണ്. മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ഈ രണ്ട് കൂട്ടരും അവരൊരു കൂട്ടരായിരിക്കെ അവർ ഉയർത്തുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് വേണ്ട ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് അവരുടെ കൃത്യമായ ലക്ഷ്യം അതൊരു ഇന്ത്യയിൽ മാത്രം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രവർത്തനമല്ല. ലോകമാസകലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വൽക്കരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ, അതിന് അവർ തന്നെ എഴുതി വെച്ച മിഷൻ 2047 എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ്, അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതിവിടെ നിയമ സംവിധാനത്തിലൂടെ അത് പുറത്ത് കൊണ്ടുവരുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ റെയ്ഡിൽ നമുക്കത് കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ SDP വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നതും ഇതേ കാര്യങ്ങൾ തന്നെ, ജിഹാദി പ്രവർത്തനങ്ങളും അതുപോലുള്ള വിഷയങ്ങളും വരുമ്പോൾ ഇവിടെ ആരും അത് കേട്ടിട്ട് ഞെട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഞെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിത്തെറിക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നതാണ്, കൃത്യമായിട്ടൊരു ലക്ഷ്യം എഴുതി വെച്ചുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യം ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക വൽക്കരണം, ഇസ്ലാമിക രാജ്യമാക്കുക, ജനാധിപത്യത്തെ തൂത്തെറിയുക, മതേതരത്വം എന്ന് പറയുന്ന സംഗതിയെ ഇല്ലായ്മ ചെയ്യുക എന്ന കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു കൂട്ടരെ അത് കണ്ടിട്ടും അതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, മറുവശത്ത് പോയി നിന്നുകൊണ്ട് ഇവിടെ ഹിന്ദുരാഷ്ട്രമാകുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെളിവുമില്ലാത്ത കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതിനുവേണ്ടി വാദിക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. ഇനി അവിടെ ഇവിടെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ തന്നെ അത് ആ ഭാഗത്തുള്ള ആളുകൾ തന്നെ പറയുന്നു, അതിനെ തന്നെ തള്ളി പറയുന്നു. അങ്ങനെ ഒരു ലക്ഷ്യം നമുക്കില്ല. ഇവിടെ ഇന്ത്യ പരമമായ ഒരു ജനാധിപത്യ മതേതര മൂല്യത്തിൽ ഉറച്ചു നിർത്താൻ തന്നെയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് അവർ പറയുന്നതിൻ്റെ ഇടയിൽ പോലും അവിടുന്ന് ഇവിടുന്നും ഏതെങ്കിലും ആളുകൾ പറയുന്ന കാര്യങ്ങളെ മാത്രം കോട്ട് ചെയ്തുകൊണ്ട് ഇതാണ് അതിൻ്റെ തെളിവെന്ന് പറയുന്നതും, ഇവിടെ നമ്മൾ ഈ SDP പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിഷയത്തിൽ ഔദ്യോഗികമായിട്ട് നമുക്ക് കിട്ടുന്ന തെളിവുകളും അത് രണ്ട് തന്നെയാണ്. ആ ഒരു വിഷയത്തിന് മുന്നിൽ യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം, അത് ആഗോളതലത്തിൽ കാണുന്ന പ്രശ്നം, പ്രസിഡൻസ് ഉള്ള പ്രശ്നം, അത് ലഘൂകരിച്ച് കാണുകയും അത് കണ്ടില്ല എന്ന് നടിക്കുകയും ഒരു തരത്തിലും ഒരു പ്രസിഡൻസും ഇല്ലാത്തൊരു വിഷയത്തെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് അതാണ് യഥാർത്ഥ പ്രശ്നമെന്ന് വരുത്തി തീർത്തുകൊണ്ട് യഥാർത്ഥ പ്രശ്നത്തെ ഒളിപ്പിച്ച് നിർത്തി കൂടുതൽ നമ്മുടെ നാട് കുട്ടിച്ചോറാകാൻ വഴിവെക്കുകയും ചെയ്യുന്നൊരു കാഴ്ച. ഇതാണ് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന, അല്ലെങ്കിൽ നമുക്കിതിനകത്തൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്ന ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഇപ്പോൾ ED പിടിച്ചതോ പറഞ്ഞതോ ഇതിലൊന്നും ഒരു പുതുമയും നമുക്കില്ല. കാരണം പറഞ്ഞ പോലെ ഇത് ഇന്ത്യയിൽ മാത്രമായിട്ട് കണ്ട ഒരു പുതിയതായിട്ട് കാണുന്ന ഒരു സംഗതിയേ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്തൊരു പുതുമയില്ല. ഇതിങ്ങനെ തന്നെയാണ് വരിക. ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു പാറ്റേൺ ആണ്. ആ പാറ്റേൺ ഇവിടെ ആവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ കാര്യം കുറേ കൂടി എളുപ്പമാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ട് ഇതിൻ്റെ സ്രോതസ്സ്, ഫൈനാൻഷ്യൽ സ്രോതസ്സ് ഇത് കണ്ടെത്തുമ്പോൾ ഇതിനകത്ത് എന്താ നമുക്ക് കാണാൻ സാധിക്കുന്ന ഹവാല പണം, അതുകൂടാതെ മറ്റ് പല വഴികളിലൂടെ പുറത്തുനിന്ന് ക്യാഷായിട്ട് കൊണ്ടുവരുന്ന രീതികൾ, കള്ളപ്പണം, ഇങ്ങനെയുള്ള പല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് ഇത് എല്ലായിടത്തും ഇത് തന്നെയാണ് സ്ഥിതി. ഇനി ഒരു കാര്യം കൂടി ഇതിനകത്തേക്ക് വരാനുള്ളൂ, അത് ക്രിപ്റ്റോ കറൻസിയാണ്. അതും കൂടി വന്നു കഴിഞ്ഞാൽ തീരുമാനമായി എന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ രീതിയിൽ തന്നെയാണ് ഇത്, ഒരു പാറ്റേൺ തന്നെയാണ് ഇത്. നമ്മൾ സൂക്ഷിക്കണം എന്ന് നമ്മൾ പണ്ടേ പറയുന്നു. ഏതായാലും ഇതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, മുൻപ് പോപ്പുലർ ഫ്രണ്ടിനെ ഇതുപോലെ ഒരു വിഷയത്തിൽ കൊടുക്കുന്ന സമയത്ത് ഇവിടെ എല്ലാവരും പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ RSSനെയും നിരോധിക്കണം എന്ന് പറയുന്ന ആളുകൾ ഇന്ന് കാണാനില്ല. അതാണ് ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു പ്രത്യേകമായ ഒരു വ്യത്യാസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അത് പറയാനുള്ള വകുപ്പില്ല എന്നുള്ളത് തന്നെയാണ്. കൃത്യമായ തെളിവുകളും കൃത്യമായ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്യുന്നതും വെറുതെ വായുവിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി ഇവിടെ ഒരു വലതുപക്ഷം, അത് RSS ആയാലും ആര് തന്നെയായാലും ശക്തിപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ, ഇതുപോലെയുള്ള ദേശവിരുദ്ധമായ പ്രവൃത്തികൾ ഇത് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് ഇവിടെ വലതുപക്ഷം ശക്തിപ്പെടും. അത് ഇന്ത്യയിൽ മാത്രമല്ല, അത് എല്ലായിടത്തും ശക്തിപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം
ഇത് ശക്തിപ്പെടുന്നത് ഒഴിവാക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം വിഷയങ്ങളുടെ കടക്കൽ അതിനെ അറുത്തു മാറ്റുന്ന ആളുകളായിട്ട് മാറണം, ഇതിനെ എതിർക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറണം, അത്രയേ വേണ്ടൂ. ആരിഫ്, പക്ഷെ ഇവിടെ ഇവർ പറയുന്ന ഒരു കാര്യം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കൊല്ലത്തും തൃശ്ശൂരിലും ഒക്കെ ആയിട്ട് ഒരു വഖഫ് വിരുദ്ധ റാലികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. വലിയ ജനക്കൂട്ടമാണ് SDP-യുടെ മാർച്ചിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകരും സ്ത്രീകളും ഒക്കെ ഉൾപ്പെടുന്ന ആളുകൾ വരുന്നു. അപ്പം കേരളത്തിലെ SDP-യുടെ നേതാക്കൾ പറയുന്നത് ഈ പൈസയ്ക്ക് അങ്ങനെ കള്ളപ്പണ ഇടപാടുകളൊന്നുമില്ല, പകരം കോടിക്കണക്കിന് വരുന്ന വഖഫ് സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ വേണ്ടി RSSഉം BJPയും ഒക്കെ നടത്തുന്ന നാടകത്തിനെ ഞങ്ങൾ എതിർത്തത് കൊണ്ടാണ് ഇപ്പം ഇത്തരത്തിലൊരു കള്ളക്കേസ് വന്നതെന്നാണ്. അപ്പോ ഈ അങ്ങനെ ഒരു വശം അവർ പറയുന്നുണ്ട്. അല്ല, അത് ഇരവാദം, അത് പിന്നെ പുതിയ കാര്യമല്ല, പുതുമയുള്ള കാര്യമല്ല. ഇതിന് കാരണം അതൊന്നും അല്ലല്ലോ. ഇവിടെ കൃത്യമായ തെളിവുകൾ ഇപ്പോൾ ED റിലീസ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് എന്താണ്, ഇത് ഓർഗനൈസേഷൻ ഇസ് ആൻ ഇസ്ലാമിക് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ഇൻ എവറി സെൻസ് ഗിവിംഗ് പ്രൈം പ്രയോറിറ്റി ടു റെസിസ്റ്റൻസ് എന്ന് അവർ തന്നെ എഴുതി വെച്ചിരിക്കും. എന്താണ് ഈ റെസിസ്റ്റൻസ്? ഈ റെസിസ്റ്റൻസ് എന്നുള്ള വാക്ക് തന്നെയാണ് ഹമാസ് ഉപയോഗിക്കുന്നത്. അതിന് അവർ അറബി കൊടുക്കുന്ന വാക്ക് ജിഹാദ് എന്നാണ്. അപ്പോൾ ഇത് എഴുതി വെച്ച് സ്വന്തം പോക്കറ്റിൽ വെച്ചിട്ട് ഇത് കണ്ടെടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ എൻ്റെ വേഷമാണോ പ്രശ്നം, എൻ്റെ നോട്ടമാണോ പ്രശ്നം, എൻ്റെ നിസ്കാരത്താഴമ്പാണോ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ഈ ഇരവാദത്തിൻ്റെ ചോദ്യമൊന്നും ഇനി ഇവിടെ ചിലവാവില്ല. അത് ആ കാലമൊക്കെ മാറിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. വഖഫ് നിയമം അത് സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ അത് വേറെ ഉണ്ട്, അതിന് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ടെങ്കിൽ ഒരെണ്ണം വെക്കൂ. യൂണിഫോം സിവിൽ കോഡിനെതിരെ നിങ്ങൾക്ക് പറയാൻ ഒരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ടെങ്കിൽ ഒരെണ്ണം നിങ്ങൾ വെക്കൂ. അത് ചെയ്യാതെ നിങ്ങൾക്ക് ഒന്നും പറയാനില്ലാതെ വരുമ്പോൾ നിങ്ങൾ ചെയ്ത പോക്കരിത്തരത്തിൻ്റെ പേരിൽ നിങ്ങൾ കുടുങ്ങുന്ന സമയത്ത് അത് ഇന്നതുകൊണ്ടാണെന്നൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് അനുവദിക്കാൻ കഴിയും. ഇനി മാത്രമല്ല, ഇനി അതിൻ്റെ പേരിൽ തന്നെയാണ് നിന്നെ കൂട്ടുക. എന്താണ് ആ പ്രക്ഷോഭത്തിൽ അവർ സംസാരിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അതിൽ പറഞ്ഞൊരു വാചകമുണ്ട്, വഖഫ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വത്തുക്കളൊക്കെ നിയമ ഭേദഗതിയിലൂടെ കൊള്ളയടിക്കാൻ വേണ്ടി വരുന്ന ഒരു സംഗതിയാണ്, അത് ഇവിടുത്തെ സംഘപരിവാരങ്ങൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കിയിരിക്കില്ല, 1921 ആവർത്തിക്കും എന്നാണ് പറയുന്നത്. എന്താണ് 1921 ആവർത്തിക്കാനുള്ളത്? അത് സ്വാതന്ത്ര്യ സമരമാണെന്നല്ലേ ഇവർ പറയാറുള്ളത്. ഇപ്പോൾ പെട്ടെന്ന് മാറ്റിയോ? അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ അത് സ്വാതന്ത്ര്യ സമരമാവും, അല്ലാത്ത സമയത്ത് അത് ഇതുപോലെയുള്ള ഹിന്ദുത്വക്കെതിരെയുള്ള ഒരു പോരാട്ടമാവും എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക? അങ്ങനെയല്ലല്ലോ. അന്ന് എന്താ നടന്നത്? അന്ന് ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തുകയാണ് അന്ന് ചെയ്തത്. ഒരു ഹിന്ദു വംശീയ ഉന്മൂലനമാണെന്ന് അവർ നടത്താൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളത് പരോക്ഷമായിട്ടാണെങ്കിൽ സമ്മതിക്കല്ലേ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ലക്ഷ്യം അവർ കൊണ്ടുവന്നുണ്ടെങ്കിൽ, ഹിന്ദു കൂട്ടക്കൊല നടത്തുമെന്നാണ് ഈ പ്രക്ഷോഭത്തിൽ പറഞ്ഞെന്നുണ്ടെങ്കിൽ, അതിനിപ്പോൾ ഈ EDയുടെ ഒരു തെളിവില്ലെങ്കിൽ പോലും ആ പറഞ്ഞതിൻ്റെ പേരിൽ വിദ്വേഷം, ഹെയ്റ്റ് നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ, വയലൻസിന് അവിടെ മുന്നിട്ട് ഇറങ്ങി അതിനുവേണ്ടി വിളിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അവരെ അപ്പം അറസ്റ്റ് ചെയ്യണമായിരുന്നു. അതെന്താ ഇവിടെ ചെയ്യാത്തത്? അതാരും ചെയ്തതും കണ്ടില്ല, BJP പോലും ചെയ്യുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ അത് തന്നെ കാരണം ഇത് തന്നെ ഉണ്ട്. ഇനി അതല്ലാതെയും കാരണം വേണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ തന്നെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തുള്ള സാധനങ്ങളിലുണ്ട്, കള്ളപ്പണമുണ്ട്, അതുപോലെ പല പോക്കരിത്തരങ്ങളും ഉണ്ട്. അതിനെ വേറെ തന്നെ കാണുക, അല്ലാതെ പിടിച്ചു കഴിയുമ്പോൾ ഈ ഇരവാദം അത് ശരിയല്ല. ഓക്കെ, അത് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എവിടെ നിന്നാണ് ഈ പണം ലഭിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതായത് പല ഇടങ്ങളിൽ ഞാൻ കേട്ടു സക്കാത്ത് പണമാണ്, റമദാൻ മാസത്തിലെ പ്രചരണവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥന നടത്താൻ വേണ്ടി വന്ന പണമാണ് എന്ന രീതിയിലുള്ള ലേഖനങ്ങളും ഞാൻ കാണുന്നുണ്ട്. എവിടുന്നാണ്? അതായത് 35ഓളം സ്വത്തുക്കളാണ് ഇതുവരെ കണ്ടുകെട്ടിയിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപ സത്യസരണി ഉൾപ്പെടെയുള്ള മതമാറ്റ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് PSI അടച്ചുപൂട്ടുന്നത്. അതിനുശേഷം വരുന്ന കോടിക്കണക്കിന് രൂപ ഒരുപാട് അനാഥാലയങ്ങളുടെ മറവിൽ നടത്തിയത്. ഇവർക്ക് എവിടെ നിന്നാണ് ഈ പണം? നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് ഇത്രയും പൈസ കിട്ടില്ലെന്ന് സ്വാഭാവികമായി അറിയാം, ഒരാൾക്ക് സാലറി എത്ര ഉണ്ടാവും എന്നുള്ളത്. ഇത് എവിടെ നിന്നാണ് ഈ പണം എന്നൊരു ചോദ്യമുണ്ട്. എവിടെ നിന്നാണ് പണം എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ വേറൊരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. 13,000-ഓളം ആളുകളെ അവിടെ സ്പോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടും അവർ നാട്ടിലേക്ക് വന്നാൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ED ഒരു നീക്കം നടത്തുന്നതുമായി ബന്ധപ്പെട്ടു. അതിൽ 10,000-ഓളം മലയാളികളാണ് എന്നുള്ള ഒരു വാർത്ത നമ്മൾ കണ്ടു കാണും. അതായത് ഹവാല ഇടപാടുകൾ, അവിടെ നിന്നും പണം നാട്ടിലേക്ക് അയക്കുന്ന പല അക്കൗണ്ടുകളിലൂടെ നാട്ടിലേക്ക് അയക്കുന്ന ഇടപാടുകൾ. ഇതിൻ്റെ പേരിൽ ഇന്നിപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള പല മണി എക്സ്ചേഞ്ച് സെൻറ്റേഴ്സും ഇന്ന് EDയുടെയും അതുപോലെ അവിടെയുള്ള തീവ്രവാദ വിരുദ്ധ സെല്ലുകളുടെയും സംയുക്തമായ ഒരു ആക്ടിവിറ്റി എന്നോണം അത് നിരീക്ഷണത്തിലാണ്. കാരണം ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി എടുക്കുന്ന ആളുകൾ പോലും ഈ തരത്തിൽ പണം നാട്ടിലേക്ക് അയക്കുന്നതിന് കൂട്ടാളികളായിട്ടുണ്ട്, അത് സംശയിക്കാവുന്ന രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ട് ഇതിനോടകം വിവരങ്ങളുണ്ട്. പേഴ്സണലി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമ്മളോട് ഒന്ന് ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട്, നമ്മളത് അറിയിക്കുന്നിടത്തേക്ക് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും
ഹവാല പണം ഇടപാട് പ്രധാനമായിട്ട് നടക്കുന്നു. പിന്നെ ഇതിൽ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ റമദാൻ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. നോമ്പ് കാലമായി കഴിയുമ്പോൾ കളക്ഷൻ. നമുക്കറിയാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര ദാനധർമ്മം ചെയ്യുന്ന ആളുകളാണ്, ദാനധർമ്മിഷ്ഠരാണ് എന്ന് പറയാൻ അവർ വലിയ തോതിൽ ഒരു ഊറ്റം കൊള്ളുന്ന ആളുകളാണ്. ഇപ്പോൾ നമ്മളൊക്കെ കേട്ട് കാണും, ഇവിടെ പ്രളയം ഉണ്ടായ സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ചോദിച്ചില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, നിങ്ങൾ പ്രളയത്തിന് എന്തെങ്കിലും കൊടുത്തോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം കണ്ടിട്ടുണ്ടാവും. സത്യമായിട്ട് ആ ചോദ്യം കേൾക്കുമ്പോൾ നമുക്കൊരു അശ്ലീലമായിട്ട് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുന്നു. പ്രധാനമായിട്ട് ഒരു സ്റ്റേറ്റ് സംവിധാനം ഉണ്ടെങ്കിൽ അതിലൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാലും ഇവരങ്ങനെയല്ല, ഇവർ പാരലായിട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ ചെയ്യുന്നെന്ന് വരുത്തി തീർക്കാനും അത് വെച്ചുകൊണ്ട് അതിൽ ഒരു ഊറ്റം നടിച്ചുകൊണ്ട് അവരുടെ മതബോധവും ആ ഒരു അഹങ്കാരവും അവിടെ പുറത്തെടുക്കുന്നതിനൊക്കെ, അവരുടെ ഈഗോയെ അത് ഒന്ന് പരിലാളിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ദാനധർമ്മം എന്ന് പറയുന്നത്. റമദാൻ മാസമായി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നോമ്പ്, അതിനോടനുബന്ധിച്ച് 30 ദിവസവും നീണ്ടു നിൽക്കുന്ന തരത്തിൽ ഈ തരത്തിലുള്ള സാധനങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടും. അത് പ്രോത്സാഹിപ്പിക്കപ്പെടുക മാത്രമല്ല, വിശ്വാസികൾ സ്വമേധയാ അതിനുവേണ്ടി തയ്യാറാവും. കാരണം ഈ ഒരു കാലയളവിൽ ഒന്നെടുത്താൽ 70 എന്നുള്ളതാണ് അതിൻ്റെ കൂലി. ഒരു രൂപ കൊടുത്താൽ അത് 70,000 രൂപ കൊടുത്ത പോലെ എന്നുള്ള രീതിയിലൊക്കെയാണ് അതിൻ്റെ കണക്കൊക്കെ പറഞ്ഞു വെക്കുക. എല്ലാത്തിനും ഒരു 70ൻ്റെ കണക്കൊക്കെ ഉണ്ട്, 72ൻ്റെ കണക്ക് പോലെ തന്നെ. അപ്പോൾ ഇതിലും അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വാസികൾ ഇതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇത് ഉപയോഗിക്കാവുന്ന ഒരു സാധനം തന്നെയാണ്. അവരെന്താ പറയുക, ഈ വിശ്വാസ കൂട്ടങ്ങളുടെ ഇടയിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് ഇൻറ്റേർണലി ഈ ഡോക്യുമെൻറ്റിൽ തന്നെ പറയുന്നുണ്ട്, അവർ ഇസ്ലാമിക് ഫേസ് തന്നെയാണ് അവർക്കുള്ളത്. പുറത്ത് ഒരു സാമൂഹികമായൊരു മുഖം അതിനൊക്കെ വരും. ഡെമോക്രസി, റിപ്പബ്ലിക്. ചിലപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടുകാരെ ആണെങ്കിലും SDP കാരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ചാൽ അറിയാം, അവരെ ചുമ്മാ നമ്മളൊക്കെ ഇക്കിളിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കുകയാണ് പതിവ് എന്നുണ്ടെങ്കിൽ, ഇവരെ നമ്മൾ ഇക്കിളിയിട്ട് കഴിഞ്ഞാൽ ഇവർ സേവ് ഡെമോക്രസി, സേവ് റിപ്പബ്ലിക് എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ചിരിക്കുക പോലും. അത്രമാത്രം ഈ വാക്കുകൾ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ നീലക്കുറക്കൻ സ്വഭാവം എന്ന് പറയുന്നത് അത് ജിഹാദാണ്. അത് മിഷൻ 2047 ഡോക്യുമെൻറ്റിൽ വരെ അവർ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അവിടെ ആ ഫൈനൽ ഷോ ഡൗൺ കംസ്, അങ്ങനെ ഒരു ദിവസം വരുന്ന സമയത്ത് എന്ത് ചെയ്യും എന്നുള്ളത് സംബന്ധിച്ച് അവരവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് മാറ്റി അവിടെ ഖുർആൻ കൊണ്ടുവന്ന് സ്ഥാപിക്കും എന്ന് തന്നെയാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യവും വെച്ച് നടക്കുന്ന ആളുകൾക്ക് അവരുടെ സർക്കിൾസിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ ഇത്തരം വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കാറുണ്ട്. റമദാൻ കളക്ഷൻ വലിയൊരു വഴി തന്നെയാണ്. അത് കൂടാതെ ഈ പുറത്തു നിന്നും ഇതേ സാധനങ്ങൾ, ഈ റമദാൻ കളക്ഷൻ പുറത്തു നിന്നാണെങ്കിലും വരും. അങ്ങനെ പല രീതിയിലൂടെ ഇത്തരം പണം അവരുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് ഇതിനോടകം തന്നെ പലതും അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും ഉണ്ടാകാനാണ് സാധ്യത എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അത് അറുത്തുമാറ്റലൊരു പ്രധാനപ്പെട്ട വഴിയാണ് ഇവരുടെ പ്രവർത്തനത്തെ നിരോധിക്കാൻ. നോക്കൂ, നമ്മൾ രാവിലെ ഞാൻ ആരിഫിന് ഇട്ട് തന്നിരുന്ന, നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പെട്ടിരുന്നിരുന്ന വാർത്തയുടെ ലിങ്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ആ വാർത്ത റിമൂവ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ പല പ്രമുഖ മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഒരു അറിഞ്ഞുകൊണ്ടുള്ളൊരു മൗനം ഈ വിഷയങ്ങളിലുണ്ട്. കാര്യം ഇതൊരു നിസ്സാരമായൊരു കാര്യമല്ല. ഏതെങ്കിലും ഒരു എല്ലാ പാർട്ടികൾക്കും ഐഡിയോളജികൾ ഉണ്ടാകും. പക്ഷെ രാഷ്ട്ര സുരക്ഷയെ, ആളുകളുടെ, പൗരന്മാരുടെ സുരക്ഷയെ പ്രശ്നത്തിലാക്കുന്ന ഒരു ഐഡിയോളജി രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നമാണ്. അത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരസ്പര, അത് ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നതിന് എല്ലാവരും മത്സരവുമാണ്, ആരും മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൗനം? ഈ മൗനം ബ്രേക്ക് ചെയ്യേണ്ടതായിരുന്നല്ലോ. ഈ മൗനമാണ് സത്യത്തിൽ ഇവിടെ വലതുപക്ഷത്തെ വളർത്തുന്നത്. അതാണ് തുടക്കത്തിലേ ഞാൻ പറഞ്ഞു വെച്ചത്. ഈ മാധ്യമങ്ങൾ കാണിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പ് അത് വലിയ പ്രശ്നമാണ്. എന്തിനു ഭയക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മളും ചോദിക്കുന്നത്. നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? നമ്മുടെ നാട്ടിലൊരു നിയമ സംവിധാനമില്ലേ? അതിന് നിങ്ങൾക്കൊരു വിശ്വാസമില്ലേ? ഒരു റൂൾ ഓഫ് ലോ നാട്ടിലില്ലേ? അതിന് നിങ്ങൾക്കൊരു ബഹുമാനമില്ലേ? അതിനോട് നിങ്ങൾക്കൊരു കൂറില്ലേ? അതോ നിങ്ങൾ ഭയക്കുന്നത് ഏതെങ്കിലും ഗുണ്ടകളെയാണോ എന്നതാണ് നമ്മളൊക്കെ ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഭയമൊന്നുമില്ലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇതൊക്കെ പച്ചയ്ക്ക് പറയുന്നത് എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. നമ്മളുടെ ഉള്ളിലുള്ള ബോധം എന്താണ്? ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്, തല പോകുമ്പോൾ പോകുമായിരിക്കും, പക്ഷേ അതുവരേക്കും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള അവകാശമുള്ള ഒരു ഭൂമിയിലല്ലേ, ഒരു രാജ്യത്തല്ലേ നമ്മൾ ജീവിക്കുന്നതെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട്. നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ, ഇപ്പോൾ ജോസഫ് മാസ്റ്റർ കാര്യം തന്നെ എടുത്തു നോക്കുക, ചേകനൂർ മൗലവിയുടെ കാര്യം എടുത്തു നോക്കുക. ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടോ നമ്മുടെ നാട്ടിൽ ചേകനൂർ മൗലവിയെക്കുറിച്ച് പറയാത്തൊരു ദിവസം? അല്ലെങ്കിൽ ജോസഫ് മാസ്റ്റർ കൈവെട്ടിനെ കുറിച്ച് മിണ്ടാത്ത ഒരു ദിവസം ഇന്നുണ്ടോ? അപ്പോൾ അന്ന് മിണ്ടാതിരുന്ന ആളുകൾ ഇന്ന് മാധ്യമങ്ങളടക്കം ഇത് പറയേണ്ടി വരുന്നൊരു ഗതികേടും അവർക്കില്ലേ?
അപ്പോൾ ഒരു ചക്രമാണ്. അത് മനസ്സിലാക്കുന്നില്ല ഇവർ. ഇതിനകത്ത് എത്ര കാലം മൗനം നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റും? ആ മൗനം ഭജിക്കുന്നത് വഴി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പോലും അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ടാകാം. അതിപ്പോൾ നമ്മളുടെ അൽ മുക്തദിറിൻ്റെ വിഷയത്തിൽ നമ്മൾ കണ്ടു. പരസ്യം അതിൻ്റെ പണം വാങ്ങി നമ്മൾ ജീവിക്കുമ്പോൾ അത് വെച്ചുകൊണ്ട് വാർത്ത കൊടുത്ത് ശീലിച്ച് കഴിയുമ്പോൾ പിന്നെ അവർക്കെതിരെ സംസാരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതാണ് അതിനകത്തൊരു അറ്റാച്ച്മെൻറ്റ് വരുന്നത്. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ്, അതാണ് ഇവിടുത്തെ പ്രശ്നം. ആ മാനിപ്പുലേഷനിൽ നമ്മൾ പെട്ടുപോകരുത്. നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടാകണം. പത്രസ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തൂണാണ് ഈ പറയുന്ന ഫ്രീ പ്രസ് എന്ന് പറയുന്നത്. ഇത് ആദ്യം അവർക്കൊരു ബോധ്യം വേണ്ടേ, അതില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ ഭയമായാലും ശരി, ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാതിരിക്കുകയും ചെയ്താലും ശരി, ഇതെല്ലാം ഇവിടെ ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത്, ഇതിൻ്റെ ദുരന്ത ഫലം എന്ന് പറയുന്നത്, അത് വലതുപക്ഷം, നിങ്ങൾ വിളിക്കുന്ന പോലെ വലതുപക്ഷം ശക്തിപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അതിനെ നിങ്ങൾക്ക് ദുരന്തഫലം എന്നൊക്കെ നിങ്ങൾ വിളിക്കുമായിരിക്കും. പക്ഷേ ഞാൻ പറയാം, ഇതൊരു അനിവാര്യമായ ഒരു ഔട്ട്കമായിട്ടാണ് അത് മാറുക. കാരണം ഇതിനെ തടുക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി ആർക്കെങ്കിലുമൊക്കെ വരും. ആ വരുന്ന ആളുകളെ നിങ്ങൾ വലതുപക്ഷം എന്നോ തീവ്ര വലതുപക്ഷം എന്നൊക്കെ വിളിക്കുമായിരിക്കും. പക്ഷേ വേറെ നിവൃത്തിയില്ല. ഇപ്പോൾ നമ്മളുടെ നാട്ടിലിപ്പോൾ ഇവിടുത്തെ വലതുപക്ഷം എന്നൊക്കെ വിളിക്കുന്നത് BJP ആണെന്നുണ്ടെങ്കിൽ, അങ്ങ് ഇറാനിൽ ആരാണ് അവിടുത്തെ വലതുപക്ഷം? അവിടുത്തെ ഇറാനിലെ വലതുപക്ഷം എന്ന് പറയുന്നത് BJP അല്ലല്ലോ. പക്ഷേ അവിടുത്തെ ഭരണപക്ഷത്തിനെതിരെ, അവർ ഉയർത്തുന്ന വിഷയങ്ങൾക്കെതിരെ അവിടെയും പ്രക്ഷോഭം നടക്കുന്നു. അവരെയും വിളിക്കുന്നത് വലതുപക്ഷം തന്നെയാണ്. അവർ പക്ഷേ BJP അല്ല. അവിടെ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളിൽപ്പെട്ട, മോഡേണൈസ് ചെയ്യപ്പെട്ട പ്രോഗ്രസീവായിട്ടുള്ള മുസ്ലിങ്ങളാണ് അവിടെ വലതുപക്ഷമായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ വിഷയങ്ങളെ മനസ്സിലാക്കിയിട്ട് എതിർക്കുക എന്നുള്ളത് വരുമ്പോൾ അതൊരു ഇരുചേരിയായിട്ട് മാറും. അവർ തമ്മിലുള്ള ക്ലാഷായിട്ട് മാറും. പക്ഷേ ജനാധിപത്യ സമൂഹങ്ങളിൽ അത് ഇതുപോലെയുള്ള ഡിബേറ്റ്സ് ആയിട്ട് മറ്റു രീതിയിലും നിലനിൽക്കണം. അതിന് ശക്തി പകരേണ്ട കേന്ദ്രങ്ങളാണ് മാധ്യമം. അവർ പക്ഷേ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു, ഭയക്കുന്നു, വാർത്തകൾ ഒളിപ്പിക്കേണ്ടി വരുന്നു, മുക്കുന്നു എന്നൊക്കെ വരുമ്പോൾ സത്യത്തിൽ നമുക്ക് നാണം തോന്നും. പിന്നെ നമ്മുടെയൊക്കെ ധൈര്യം ഓൺലൈൻ മീഡിയയാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പരമാവധി ഇതുമായിട്ട് സഹകരിക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും ആരിഫ്, എന്തായാലും പോപ്പുലർ ഫ്രണ്ടും SDPയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. അതിന് കുറച്ച് സാങ്കേതികമായ പേരുകളുടെ പേരിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്നതിനേക്കാൾ ഉപരിയായി അടിസ്ഥാനപരമായി മുന്നോട്ട് വയ്ക്കുന്ന ആശയം അവർക്ക് അറിയാമായിരുന്നു PFI എന്തായാലും അടച്ചു കെട്ടുമെന്ന്. അതുകൊണ്ട് അവർ ആദ്യമേ SDPയെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം അന്നുണ്ടായിരുന്ന അതേ നേതാക്കൾ എന്ത് ചെയ്തു? ഇപ്പൊ SDPയിലെ പ്രമുഖ തലങ്ങളിലെത്തിയ നേതാക്കൾ മാത്രമായിരുന്നേ ഉള്ളൂ. എന്തായാലും ED ഒരു കേസ് എടുക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒരു കേസ് എടുക്കണമെങ്കിൽ തെളിവുകളില്ലാതെ എടുക്കില്ല. കോടികളുടെ ഹവാല പണം, കള്ളപ്പണം വെളുപ്പിക്കൽ, അന്യായമായ സ്വർണം കൊണ്ടുവന്നത്, അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളുടെയും മറവിൽ നടത്തിയിട്ടുള്ള കള്ളപ്പണ വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇതിനെല്ലാം കൊണ്ടുവരുന്ന ഈ പണം എന്തിനു വേണ്ടിയാണ് ചെലവാക്കുന്നത്? രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ്. അത്തരമുള്ള ആളുകളെ എക്സ്പോസ് ചെയ്യേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും തുല്യ ഉത്തരവാദിത്തമാണ്, കൂട്ടുത്തരവാദിത്തം. തീർച്ചയായിട്ടും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതൊരു കുറഞ്ഞുപോയി എന്നേ ഞാൻ പറയുള്ളൂ. തീവ്രവാദം തന്നെയാണ് അവർ മുന്നോട്ട് വെച്ചത്. അത് ചെറിയ വിഷയങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് അതിനകത്ത് ആ ഒരു അതറൈസേഷൻ, അതിനകത്ത് മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്ന് തോന്നാവുന്ന വിഷയങ്ങളെല്ലാം വലിയ തോതിൽ പെരുപ്പിച്ച് കാണിച്ച് അതുവഴി ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി അതുവഴി ഇവിടെ വലിയ അൺറസ്റ്റ് ഉണ്ടാക്കണം. ഇതാണ് മിഷൻ 2047 എഴുതി വെച്ചിരിക്കുന്നത്. അതിനാണ് ഇവർ ഈ പണം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത് ദേശവിരുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വല്ല പാകിസ്ഥാൻകാരനും വല്ലതും ചോർത്തി കൊടുക്കണം മാത്രമാണ്. അതല്ല, ഇത് വളരെ കൃത്യമായിട്ട് തീവ്രവാദം തന്നെയാണ്. ഇവിടെ ഒരു ഇൻറ്റേർണൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക, ഇവിടെ ഒരു സിവിൽ വാർ ഇന്ത്യക്ക് അകത്തുണ്ടാക്കുക, അതിൻ്റെ പേരിൽ ഒരു സിവിൽ അൺറസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ഇസ്ലാമിക ഭരണമാണെന്ന് വരുത്തി തീർക്കുക. എന്നിട്ട് അതുവഴി അവരുടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കൽ നടത്തുക. ഇത് തന്നെയാണ് 1921 നടന്നത്. അന്നുണ്ടായിരുന്ന ആ ഒരു കോൺഫ്ലിക്റ്റിനെ അവർ മുതലെടുത്തു. അതുവഴി ഇസ്ലാമിക രാജ്യം ആക്കുകയും ചെയ്തു. പല പണി അന്ന് ഒപ്പിച്ചിട്ടുണ്ട്. മലയാള ഖിലാഫത്തൊക്കെ ഉണ്ടാക്കിയതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. മലയാള രാജ്യം എന്നൊക്കെ ഖിലാഫത്ത് ഉണ്ടാക്കിയതൊക്കെ നമുക്കറിയാം. ഏതായാലും ഇന്നിപ്പോൾ ഇതേപോലെ മറ്റൊരു ഖിലാഫത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിരുന്ന ഈ ഖലീഫ ഇന്ന് കുടുങ്ങിയിരിക്കുകയാണ്. ഖലീഫയുടെ ബാക്കി ചരിത്രം എന്താണെന്നുള്ളത് ഇനി നമുക്ക് കണ്ടറിയാമെന്ന് എനിക്ക് പറയാനുള്ളൂ. ബാക്കി അന്വേഷണമൊക്കെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇനി എത്ര ഖലീഫമാർ കുടുങ്ങാൻ കിടക്കുന്നു എന്നുള്ളതും കണ്ടറിയാം. തീർച്ചയായിട്ടും ആരിഫ്, എന്തായാലും തീവ്രവാദികൾ എന്തായാലും ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ട ആളുകളൊന്നുമാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയല്ല. ഏറ്റവും കുറഞ്ഞ പക്ഷം മനുഷ്യന്മാരില്ലെങ്കിലും ഐഡിയോളജികൾ നശിക്കേണ്ടതുണ്ട്. അതിനെതിരെ ഇത്തരത്തിലുള്ള ചർച്ചകളും ഉണ്ടാവണം. ഒരുപാട് നന്ദി ആരിഫ് സംസാരിച്ചത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.